ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടി കൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ ഒരു വണ്ടി 95 എഡിഷനൊക്കെ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇത് ഏതാ വണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഗൈസ്? ഇത് ഷെവർലെറ്റിൻ്റെ വണ്ടിയാണ് ഗൈസ്. 2015 മോഡല് കോർവെറ്റാണ് ഗൈസ്. അതായത് Z06 എന്നാണ് ഗൈസ് ഈ ഒരു വണ്ടിയുടെ ഒരു നെയിം എന്ന് പറയുന്നത് ഗൈസ്. നമ്മളിത് ഫുള്ളി ട്യൂൺ ചെയ്തിട്ടുണ്ട്, നമ്മൾ എഞ്ചിനെല്ലാം പണിതിട്ടുണ്ട് ഗൈസ്, അതിനകത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. അതിന് മുന്നേ തന്നെ നമുക്ക് മുന്നത്തെ വീഡിയോയിലൊക്കെ നമുക്ക് 2 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ബ്രോ മസ്റ്റാങ്ക് കൊണ്ടുവരുമെന്നായിരുന്നു, ഒന്ന് ഒരു ഫെറാറി കൊണ്ടുവരുമെന്നായിരുന്നു. നമുക്ക് കുറച്ച് മുന്നേ കിട്ടിയ ഒരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ ബ്രോ 2 വണ്ടികളും കൊണ്ടുവരും. അതുകൊണ്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും വീഡിയോ ഇടുന്ന സമയത്തേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, എന്നിട്ട് ആ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. എന്താ നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് ഗൈസ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ വ്യൂസൊക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ എന്താ പറ്റുന്നതെന്ന് ഗൈസ്. എന്തായാലും കൊള്ളാം. ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോകാം ഗൈസ്. അതായത് ഈ ഒരു ഏരിയ ഏകദേശം ഒരു 10.9 കിലോമീറ്റർ ഉണ്ട് ഗൈസ് ട്രാക്കിലേക്ക്. നിങ്ങൾക്ക് ഈ ഒരു ഏരിയ അറിയാമെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ ഒരു ബെൻലിയുടെ ഒരു വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നേരത്തെ ഒന്ന് നോക്കിയാൽ മതി, ചാനലിൽ കയറി നോക്കിയാൽ മതി ഗൈസ്. ഒരു ബെൻലി അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ ഗൈസ്. അതാണ് നമുക്ക് പിന്നെ ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് മോർണിംഗ് ടൈമാണ്. അതുകൊണ്ടാണ് നമുക്ക് വലിയ വെട്ടവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത നൈസായിട്ട് ഇതായിരുന്നു, രാത്രിയായിരുന്നു ആ സമയത്ത്. പിന്നെ മോർണിംഗിലോട്ടായിട്ടുണ്ട് ഗൈസ്. വണ്ടി സെറ്റാണ്, നമ്മൾ വണ്ടി ഫുള്ള് പണിതിട്ടൊക്കെ ഉണ്ട്. 95 എഡിഷനാണ്, ഇത് കാണുമ്പോഴേ അറിയാം. നല്ലൊരു, എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് ചേരുന്നുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോവാം. ഓക്കെ, ഗൈസ്. നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് കുഴപ്പമില്ലാത്തൊരു സൗണ്ടാണ് ഗൈസ്. നമ്മൾ വണ്ടി ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കി വന്നേ ഉള്ളൂ. നൈസായിട്ട് നമ്മൾ ഓടിച്ചിട്ട് ഇവിടെ വരെ വന്നിട്ടുണ്ട് ഗൈസ്. അല്ല, എക്സോസ്റ്റിൻ്റെ സൗണ്ട് ഒരു കുഴപ്പമില്ലാത്തൊരു സൗണ്ടാണ് ഗൈസ്. കുഴപ്പമില്ല, വലിയ വൃത്തികേടൊന്നുമില്ല ഗൈസ്. ഒരു ഓൺലൈൻ പ്ലെയറാണ് പോകുന്നത്. അവൻ നമ്മളെ അടിച്ചു കളഞ്ഞെന്നുള്ള ഇതിലാണ് ഗൈസ് പോകുന്നത്. അടിച്ചു കളഞ്ഞെന്ന് വെച്ചാൽ ഗൈസ് അവൻ തോപ്പിച്ച് ആ ഒരു രീതിയിലാണ് ഗൈസ് ഇപ്പോൾ അവൻ പോയിരിക്കുന്നത്. പിന്നെ നമ്മൾ റേസ് വെച്ചിട്ടില്ല, ശരിക്കും നമ്മൾ പെയ്യാണ് പോകുന്നത്. എനിക്ക് കാണുമ്പോഴേ അറിയാം ഗൈസ്. നമ്മൾ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ കൂടെ നമ്മൾ മാക്സിമം പെയ്യൊക്കെയാണ് പോകുന്നത്. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ ഗൈസ് റഷ് ആവാതെ പെയ്യെ ഓടിക്കുക ഗൈസ്. ഓടിച്ചിട്ട് ആ വണ്ടിയുടെ സുഖം എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മളിങ്ങനെ പെയ്യെ ഓടിച്ച് വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ തന്നെ ഒരു ത്രോട്ട് വരും ഗൈസ്. ഇത്ര പവറുള്ള വണ്ടിയാണ്, നമ്മളിങ്ങനെ പെയ്യെ ഓടിച്ചത് മതി, കുറച്ച് കൈ കൊടുക്കാം എന്ന് ഗൈസ്. അങ്ങനെ കൈ കൊടുത്ത് കയറുക. അല്ല, നമ്മൾ ഫസ്റ്റ് വണ്ടി കിട്ടുമ്പോൾ തന്നെ ഒറ്റയടിക്ക് ഏകദേശം ഒരു 100-200 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് അങ്ങനെ പോകണ്ട ഗൈസ്. നൈസായിട്ട് ഓടിച്ചാൽ മതി. നമുക്ക് ടൈം കിടപ്പുണ്ടല്ലോ ഗൈസ്. നമുക്ക് പെയ്യെ അങ്ങോട്ട് പോയാൽ മതി. നമുക്ക് വലിയ തെറുതിയും കാര്യങ്ങളും ഒന്നുമില്ല ഗൈസ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ട് ഇടയ്ക്കൊരു വല്ലാത്തൊരു സൗണ്ടാണ് ഗൈസ്. എനിക്കത് എന്താണെന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല. ഒരു വല്ലാത്തൊരു എരപ്പ് പോലത്തൊരു സൗണ്ടാണ് ഇതിൽ കേൾപ്പിക്കുന്നത് ഇടയ്ക്ക്. പക്ഷേ ഗൈസ് ഇതിൻ്റെ സ്പീഡോമീറ്റർ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ RPM മീറ്ററും നൈസാണ് ഗൈസ്. നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം. ഇതിൽ സ്പീഡോമീറ്റർ നമ്മൾ ഇതുമുണ്ട്, ഡിജിറ്റൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് RPM മീറ്ററിൻ്റെ സംഭവം കാണിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ സൈഡിലും കാണിക്കുന്നുണ്ട് മീറ്റർ ബോക്സ്, ചെറിയ മീറ്റർ ബോക്സ്. പിന്നെ ഗൈസ് ഇത് തലതിരിഞ്ഞൊക്കെയാണ് ഇതിൻ്റെ മീറ്റർ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഗൈസ് ഇത് കാണിച്ചേക്കുന്നത്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഏകദേശം ട്രാക്കിലേക്ക് പോകാം ഗൈസ്. നല്ല ഒരു മോർണിംഗ് ആണ് ഗൈസ്. പെയ്യെ സൂര്യനൊക്കെ ഉദിച്ച് സെറ്റായിട്ട് വരുന്നേ ഉള്ളൂ. വെട്ടം വന്നപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിയുടെ ലുക്ക് കുറച്ച് കൂടിയിട്ടുണ്ടല്ലേ, രസമുണ്ട് കാണാൻ. 95ൻ്റെ ഒരു എഡിഷൻ ഗൈസ്. ഇത് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ഒരു എഡിഷൻ വന്നപ്പോൾ തന്നെ ഞാനങ്ങ് ചെയ്തു ഗൈസ്. അത് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്തില്ല. അപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു വണ്ടിയും പർച്ചേസ് ചെയ്തു. നമ്മൾ ഈ വണ്ടി ഇല്ലായിരുന്നു ഗൈസ്. ഈ ഒരു എഡിഷൻ വന്നപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളപ്പോൾ തന്നെ വണ്ടിയും പർച്ചേസ് ചെയ്തു. പിന്നെ ഗൈസ് ആ കമൻറ്റ് ഇട്ടവരോടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോ അത്
എന്താ ഈ ഒരു വണ്ടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് മസ്താങ് കൊണ്ടുവരാനും ഫെറാറി കൊണ്ടുവരാനും. നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ഓരോ വണ്ടികൾ ഇങ്ങനെ പണിതിട്ട് ഇങ്ങനെ വെക്കും, നമ്മൾ റെക്കോർഡ് ചെയ്യണം. നമ്മൾ അതിനനുസരിച്ച് സമയമുള്ളപ്പോഴാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ ഓൾറെഡി പണിത് വെച്ചേക്കുമായിരുന്നു, വേറൊരു വണ്ടിയും പണിത് വെച്ചിട്ടുണ്ട്. ആ 2 വണ്ടിയും ഒക്കെ വീഡിയോ ചെയ്തിട്ട് ബ്രോ നമ്മൾ മസ്താങ് കൊണ്ടും ഫെറാറിയും കൊണ്ടും വരും. നമ്മൾ ഇത് 2 ഓൾറെഡി പണിത് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതുകൊണ്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഗൈസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ നമ്മുടെ ട്രാക്കിലേക്ക് ഏകദേശം 3.2 കിലോമീറ്ററൂടെ. ഗൈസ് നമ്മുടെ വണ്ടി അടിപൊളിയാണ്, എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല പവർ ഉണ്ടെന്നാണ് ഗൈസ് പറയാനുള്ളത്. അത്യാവശ്യം നല്ല പവറുണ്ട്. പിന്നെ എനിക്ക് വണ്ടിയുടെ ബാക്ക് ഇഷ്ടപ്പെട്ടു. ഏകദേശം എന്താ പറയുക, ഒരു ക്യാമറയുടെ ലുക്കൊക്കെ ഉണ്ട് വണ്ടിക്ക്. അല്ല ഗൈസ്, ബാക്കിലത്തെ സൈഡ് ഒരു ക്യാമറയുടെ ലുക്കുണ്ട്, ഫ്രണ്ടിൽ നല്ല ഗൈസ്, ഫ്രണ്ടിൽ നിന്ന് വേറെ ലുക്കാണ്. എന്തായാലും എനിക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു, രസമുണ്ട്, വണ്ടി കാണാൻ നല്ല ലുക്കാണ് ഗൈസ്. ഈ ഒരു 95 എഡീഷൻ ഞാൻ ആദ്യമായിട്ട് കാണുക. അപ്പം എന്താ നമ്മൾ സാധാരണ കേസ് നമ്മളിപ്പോൾ ബ്ലാക്ക്, ഈ ഗ്രീൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഡിസൈനൊക്കെ വരുന്ന ആദ്യമായിട്ട് കാണുവാണേലും ഒരു നല്ലൊരു എഡീഷൻ അല്ലായിരിക്കും. നമ്മൾ ഒരു എഡീഷനാണ്, നല്ലൊരു എഡീഷനാണ്, പക്ഷേ എന്നാലും നമ്മൾ കാണാറുള്ള ഒരു ടൈപ്പ് ഒരു എഡീഷൻ ആയിരിക്കും അത്. പക്ഷേ ഗൈസ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 95 എഡീഷനാണ്, നമ്മൾ കണ്ടിട്ടില്ല. ഞാനങ്ങനെ കണ്ടിട്ടില്ല ഗൈസ്, സത്യം പറയല്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം, ഞാനങ്ങനെ കണ്ടിട്ടില്ല ഗൈസ്. എന്തായാലും നിങ്ങൾ ഫ്രണ്ട്സൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം, ഗെയിം ടാഗും കാര്യങ്ങളൊക്കെ തരാം. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ട്സായിട്ട് കളിക്കാൻ പറ്റുമെങ്കിൽ ഒന്നിച്ച് കളിക്കാം ഗൈസ്. നമുക്ക് വണ്ടി നിർത്താം ഗൈസ്, ഇപ്പിട്ട് ഓക്കെ. വണ്ടിയുടെ ഇതൊക്കെ ചൂടായി കേട്ടോ, ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ ചൂടായി. ബാക്കിലത്തെ ഫ്രണ്ടിലത്തെ അത്ര ചൂടായിട്ടില്ല ഗൈസ്. വണ്ടിൻ്റെ സൗണ്ടല്ലേ, നിങ്ങൾ കേട്ട് നോക്കിയേ, നല്ല സൗണ്ട് അല്ല ഗൈസ്, നല്ല അഗ്രസീവ് സൗണ്ട്. ഓൾറെഡി ഈ വണ്ടിക്ക് നല്ലൊരു മസ്കുലാർ ടൈപ്പ് ഒരു സൗണ്ട് ഉണ്ട്. പിന്നെ ഈ ഒരു ടണലിനകത്തൂടെ കയറുമ്പോൾ പിന്നെ ഗൈസ് പറയാൻ വേണ്ട, നല്ലൊരു സൗണ്ട്. ഈ ഒരു ടണലിൽ കയറുമ്പോൾ എത്ര സൗണ്ട് കുറവുള്ള വണ്ടിയാണേലും അത്യാവശ്യം നല്ലൊരു സൗണ്ട് ഈ ഒരു ടണലിൽ കയറുമ്പോൾ ഈ ഒരു എക്കോ കാരണം നമുക്ക് കേൾക്കാൻ പറ്റും ഗൈസ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് നേരെ വണ്ടി അങ്ങോട്ട് എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ 4th ഗിയറാണ്, ഏകദേശം 219 ഗൈസ്. ഇനിയും ഏകദേശം 5th ഗിയറായി, 293 ആയിട്ടുണ്ട് ഗൈസ്. 6th ഗിയറായി ഗൈസ്, 300 ഗൈസ്. 6th ഗിയർ തന്നെ 300 സമയത്താണ് കയറിയത് ഗൈസ്. ഒരു 350 അടിക്കുമായിരിക്കും. 350 അടിച്ചു, 360 അടിച്ചു ഗൈസ്. 370 അടിക്കും ഗൈസ്, 370 അടിച്ചു ഗൈസ്. 7 ഗിയറുണ്ട് കേട്ടോ ഗൈസ്, 7 ഗിയറുണ്ട്. 400 അടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് 400 അടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 7 ഗിയറുണ്ട് ഗൈസ് വണ്ടിക്ക്. പക്ഷേ ആക്സിലറേഷൻ ടൈമിങ് കാര്യങ്ങൾ കുറവാണ് ഗൈസ്. നമ്മൾ 400 അടിച്ചില്ല ഗൈസ്. 300 എത്ര ഗൈസ്, 60 ഗൈസ്, 370 എങ്ങാണ്ടാന്ന് തോന്നുന്നു ലാസ്റ്റ് കയറി. അത്രേ ഉള്ളൂ ഗൈസ്. എന്താണെന്ന് അറിഞ്ഞോളൂ, 400 അടിച്ചില്ല. നമ്മുടെ ആക്സിലറേഷൻ ടൈമിങ് കുറവാണ് ഗൈസ്. ഈ ഒരു വണ്ടി പണിതത് ഞാനാണ് ഗൈസ്, അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഗൈസ്. എന്തായാലും കൊള്ളാം. അവിടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഏതെങ്കിലും വണ്ടിയാണ് ഗൈസ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. നേരത്തെ കമൻറ്റ് ഇട്ടവരുടെ വണ്ടി നമ്മൾ എന്തായാലും കൊണ്ടുവരും ഗൈസ്. ഒരു തവണ മസ്താങ് കൊണ്ടുവന്നതാണ്, നമ്മൾ വീണ്ടും എന്തായാലും കൊണ്ടുവരും. ആ ഒരു ബ്രോ കമൻറ്റ് ഇട്ടുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഫ്രണ്ട്സൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, നമുക്ക് ഒന്നിച്ച് കളിക്കാം ഗൈസ്. എനിക്ക് ഇതിൽ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗൈസ് ഇത്രേ ഉള്ളൂ. ഓക്കെ, ബായ്.